ഹായ്, ഞാൻ അർജുൻ. ഞാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്നാണ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത്. ബികോമിലായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. അപ്പോൾ അവിടെ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂർ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടൊക്കെ അവർ പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഇവിടുത്തെ ഒരു സെമിനാറുകളിലൂടെയും അതേപോലെ ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെയാണ് ഞാൻ കൂടുതൽ ബി എസ് കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. അപ്പോൾ 2022 വന്നിട്ടാണ് ഇവിടുന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത്. 2022 ക്യാച്ച് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നു. IMS ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു സ്കോർ വേണം എന്നൊക്കെയുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റിന് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ 2022 ക്യാച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോബിന് ആയിട്ട് എറണാകുളത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സൺഡേ ബാച്ചിന് ജോയിൻ ചെയ്തു. മൺഡേ ടു സാറ്റർഡേ എനിക്ക് അവിടെ ജോബ് ഉണ്ടായിരുന്നു. സൺഡേ ഞാൻ തൃശ്ശൂരേക്ക് വരും, ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്തൊക്കെ ഫാക്കൽറ്റീസിൻ്റെ അടുത്തു നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാലും എല്ലാവരും വളരെയധികം സപ്പോർട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ ഒക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീക്കിലി ഉള്ള എയിം ക്യാച്ചിൻ്റെ ടെസ്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അത്രയും നമുക്ക് അനലൈസ് ചെയ്യായിരുന്നു. ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ എടുത്തിട്ട് നമ്മളെങ്ങനെയാണ് ഓൾ ഇന്ത്യയിൽ നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, നമുക്ക് ഒരു പെർസെൻറ്റേജിൽ എത്രയാവും എന്നുള്ളതൊക്കെ നമുക്ക് സുഖമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഓരോ എം ക്യാച്ച് കഴിയുമ്പോഴും അതിൻ്റെ അനാലിസിസും സൊല്യൂഷൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ നമുക്ക് എന്താ പറയുക കംഫർട്ടബിളായിട്ടും കൺവീനിയൻ്റ് ആയിട്ടും എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഓരോ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് അത്യാവശ്യം ഒരു കാറ്റ് ലെവലിലായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാറ്റിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ക്യാറ്റിൻ്റെ എക്സാം എഴുതിയിരുന്ന സമയത്ത് ഇത് അത്രയും ടഫ് അല്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്യാറ്റിന് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത്. കാരണം മെറ്റീരിയൽസ് അത്രയും ടഫ് ആയിട്ടുള്ളതും അതിൻ്റെ നിലവാരം അത്രയും ഹൈ ആയിട്ടുള്ളത് കൊണ്ടുമാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എയിം ക്യാറ്റിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് റൈസ് ദ ബാർ അതേപോലെ ടോപ്പേഴ്സ് ബാച്ച് എന്നുള്ള 2 ബാച്ചുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ് ആവാനും അതിനൊക്കെ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ബാച്ചിലൂടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് പിന്നോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നേർവഴിക്കാക്കാനൊക്കെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് വളരെയധികം വലുതായിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു റീഡിങ് കോർണർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനിയിപ്പോൾ എയിം ക്യാച്ച് അല്ലെങ്കിൽ ക്യാച്ച് മൈൻഡിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമുക്ക് പൊതുവേ ഒരു സ്ട്രെസ് ബസ്റ്റ് ചെയ്യാനായിട്ട് റീഡ് ചെയ്യാനും ഒക്കെ ആ ഒരു പ്ലേസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ 2023 ക്യാച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് 95.01% ഉണ്ടായിരുന്നത്. ഞാൻ IIM നാഗ്പൂർ, IIM സിർമോർ അതേപോലെ ഇർമാനന്ദിലാണ് കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ ഇപ്പോൾ IIM നാഗ്പൂറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ IIM കാശിപൂരും IIM ട്രിച്ചിയിലും വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് സെലക്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത 2024 ക്യാച്ച് എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ബെസ്റ്റ് ഓഫ് ലക്ക്.